ഇന്ത്യൻ ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള അഥവാ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഉദ്ദേശിക്കുന്നത്. അതായത് ISRO കേസ്. തിരുവനന്തപുരത്ത് വലിയമലയിലെ ISROയിൽ നടന്നതായി പറയപ്പെടുന്ന ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ചാരക്കേസ് നടന്നുവെന്ന് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അന്നത്തെ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന IBയിലെ ഇന്റലിജൻസ് ബ്യൂറോയിലെ DYSP ആയിരുന്ന ശ്രീ വിശ്വംഭരൻ, അദ്ദേഹം പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടക്കാം. അതിന് മുൻപ് തന്നെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ഈ കേസ് CBIയും IBയും കേരളത്തിലെ ക്രൈംബ്രാഞ്ചും എല്ലാം അന്വേഷിച്ചിരുന്ന കേസാണ്. ആ കേസ് ആദ്യഘട്ടങ്ങളിലെല്ലാം CBI ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ചാരക്കേസ് നടന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ മകനിലേക്ക് ഈ കേസ് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതറിഞ്ഞ പിറ്റേ ദിവസം തന്നെ നരസിംഹറാവു, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു തിരുവനന്തപുരത്തെത്തുകയും അദ്ദേഹം മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ സാധാരണ ഒരു പ്രധാനമന്ത്രി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ടതായ യാതൊരുവിധ ചട്ടങ്ങളും പാലിക്കാതെ അതീവ രഹസ്യമായി തിരുവനന്തപുരത്ത് വന്ന് 36 മണിക്കൂർ തങ്ങുകയും IBയിലെയും CBIയിലെ എല്ലാം ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം വന്നതിന്റെ തൊട്ടു പിന്നാലെ CBIയുടെ അന്നത്തെ ഡയറക്ടർ അടക്കമുള്ളവർ തിരുവനന്തപുരത്തെത്തി ചർച്ച നടത്തിയതിനു ശേഷം പിറ്റേ ദിവസം മുതൽ CBI പറയുന്നു ഈ ISRO കേസ് കെട്ടിച്ചമച്ച കഥയാണ് എന്ന് പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചും അതേപോലെ തന്നെ ആ കേസ് അന്ന് അന്വേഷിച്ച ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ളവർ ഇന്നും ആ കേസ് ചാരക്കേസ് തന്നെയാണെന്നും പറയുന്നു. അപ്പോൾ ഇതിലെവിടെയാണ് സത്യം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്ന് ചെയ്യേണ്ട ഒരു രാജ്യത്തോട് ചെയ്യാനുള്ള ഒരു കടമ. കാരണം ഇന്ന് കേസിന് പുതിയൊരു മാനം വന്നിട്ടുണ്ട്. അതായത് ആ കേസ് അന്ന് സത്യസന്ധമായിട്ട് അന്വേഷിച്ച സിബി മാത്യു അടക്കമുള്ള ചില ഉദ്യോഗസ്ഥരുടെ പേരിൽ ആ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ നമ്പിനാരായണനും കൂട്ടരും കോടതിയിൽ കൊടുത്ത കേസിന്റെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് സിബി മാത്യുവിനും കൂട്ടർക്കും എതിരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോടതി വിധി. അതാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നതിന് ഒരു പ്രധാന കാരണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും സത്യസന്ധമായിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അവർ ജയിലിൽ പോകുന്ന തരത്തിലുള്ള ഒരു നടപടി ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇനി വരാനിരിക്കുന്നതും ഇപ്പം നിലവിലുള്ളതുമായ എത്ര ചാരക്കേസുകളിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ എത്ര സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ ധൈര്യം ഉണ്ടാവും. അതിന്റെ അർത്ഥം ISI ആണ് ഈ കേസിന്റെ പിന്നിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ISI എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്നുള്ള അവരുടെ ചാരസംഘടനയാണ്. അപ്പം ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ ദുർബലപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം ഇത്തരം കേസുകൾ സത്യസന്ധരായിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് അവർക്ക് തന്നെയാണ്. ISI പോലെയുള്ള നമ്മുടെ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. ഏതായാലും ഈ കേസ് അന്വേഷിച്ച അന്നത്തെ DYSP വിശ്വംഭരന്റെ വാക്കുകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കാണാം. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഏത് സമയം തൊഴിലാളിയായാലും പറഞ്ഞു എന്തായാലും പറയണ കൂട്ടില തത്തേന്ന്. ഏതായാലും സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതി പറഞ്ഞു കൂട്ടിലെ തത്തേന്ന്. ആ തത്ത അവളെ കൊണ്ട് പൂച്ച എന്ന് പറയാൻ പറ്റും, തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ CBI അന്വേഷണം നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. അവരാകെ ചെയ്ത കാര്യം വെച്ചാൽ ഇത് ഞാൻ അന്ന് സാക്ഷിയാണല്ല. എനിക്ക് ഇന്ന് നല്ല ഓർമ്മയുണ്ട്. 29-ാം തീയതിയാണ് പ്രധാനമന്ത്രി വരുന്നത്. 29-ാം തീയതിക്ക് ഞാൻ മറക്കാത്തൊരു കാര്യം, നമ്പി നാരായണനെ ഞാൻ അന്ന് ഇന്റർവ്യൂറ്റ് ചെയ്ത ദിവസവും കൂടിയാണ്. കാരണം ആദ്യമായിട്ട് നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്ത് ആ ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ പിടിച്ചുകൊണ്ടുവന്നു. അങ്ങനെ പിടിച്ചിട്ടുണ്ട് പോലീസുകാർ കൊണ്ടുവന്ന സമയത്ത് അങ്ങോട്ട് ചോദ്യം ചെയ്ത ആ ദിവസമാണ് ഈ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. ഇന്നുവരെ ഈ പറഞ്ഞ പോലെ നരസിംഹറാവു എത്തിയത്. അപ്പം തന്നെ എനിക്ക് പെട്ടെന്നൊരു ഇതാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം 36 മണിക്കൂറോടെ നിന്നു. ഒരു പണി അങ്ങർക്കില്ല. എന്തിനാ വന്നത്? അതിനുശേഷം എനിക്കറിയാവുന്നൊരു കാര്യം ഇതാണ്, CB മാത്യുവിനെ കൊണ്ട് ആ സാധനം സറണ്ടർ ചെയ്യിച്ച് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി മധുസൂദൻ, അന്നത്തെ DGP എനിക്കറിയാം, മധുസൂദനാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, സെബി നീ എന്തിനും ഇത് കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. നീ അത് പറ്റൂല, അത് എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ CB മാത്യു സാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, വിശമനെ എനിക്ക് ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ രമൺ ശ്രീവാസ്തവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കടന്നത് ചെയ്തത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയ കേസാണ്. കാരണം രമൺ ശ്രീവാസ്തവ എന്നോട് എന്താണ്, സിബി നീ എന്റെ പുറകെ നടക്കണം എന്നിട്ട് ചോദിച്ചായിട്ട് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈ ഒഴിഞ്ഞു കൊടുത്തതാണ് അത്. പക്ഷേ ഈ പറഞ്ഞ മധുസൂദനൻ അങ്ങനെ വിളിച്ചതിന് ശേഷം അത് അങ്ങനെ കൊടുത്തത് എങ്ങനെ, ആ സമയത്ത് ഈ പറഞ്ഞ നരസിംഹറാവു ഉണ്ട്. കാര്യം ആ സമയത്താണ് ഈ പറഞ്ഞ നമ്പി ഈ പറഞ്ഞ ആൾക്കാര് ചന്ദ്രശേഖറും ശശികുമാറും എല്ലാം തന്നെ നമ്പി ഈ നരസിംഹറാവുവിന്റെ മകൻ പ്രഭാകര റാവുവിന്റെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളോട് പറയണത്.
പ്രഭാകര റാവുവിന്റെ മകൻ ഇതേപോലെയുള്ള നരസിംഹറാവു പ്രഭാകര റാവു, ആ പ്രഭാകര റാവു ആണ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഇവർ പറയുകയും, അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ IB അന്ന് ചെയ്യണം വെച്ചാൽ അന്നെന്നുള്ളതിന്റെ ഷോർട്ട് ഇത് അന്ന് ഡൽഹിക്ക് അയക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോ ഇത് കണ്ടപ്പോൾ അയാൾ നേരെ കൊണ്ടുവന്നത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. പ്രധാനമന്ത്രി ഞെട്ടി. സത്യപ്രതിജ്ഞ അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വെറുതെ ഒരു മൊഴിയാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ പോയി അന്വേഷിച്ചാൽ അത് തെളിയുള്ളൂ. പക്ഷേ അത് കേട്ടതോടുകൂടി പിറ്റേ ദിവസം എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് പ്രധാനമന്ത്രി വന്നു എന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ കാര്യം മനസ്സിലാക്കുക. അന്നത്തെ CBI ഡയറക്ടർ വിജയരാമറാവു ആണ്. വിജയരാമറാവു നരസിംഹറാവു കയറിയ ഉടനെ തന്നെ അയാളുടെ കാലാവധി തീർന്നതാണ്. പക്ഷെ പിന്നീട് അയാൾക്ക് നീട്ടി കൊടുത്ത് നരസിംഹറാവുവിന്റെ എല്ലാ കാലം മുഴുവനും തന്നെ അയാളായിരുന്നു ഡയറക്ടർ. അപ്പൊ ആ മനുഷ്യൻ ഇടപെട്ടാണ് ആ കേസ് അട്ടിമറിച്ചത്. അതിന്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജോയിന്റ് ഡയറക്ടർ MK ധാറുണ്ടായിരുന്നു. MK ധാറിന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവർ ഈ കേസ് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും കൂടി BSFന്റെ ഒരു ഫ്ലൈറ്റിലാണ് വന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഫ്ലൈറ്റ് ബാംഗ്ലൂർക്ക് ഡയറക്റ്റ് ചെയ്തു. ബാംഗ്ലൂർക്ക് ഡയറക്റ്റ് ചെയ്ത് അവിടെ ഇറങ്ങി. MK ധാറിനെ മാറ്റി നിർത്തിട്ട് ഇയാൾ പോയി കണ്ടത് അന്നത്തെ മാർഗരറ്റ് ആൽവയാണ് അന്നത്തെ CBIയുടെ ചാർജുള്ള മന്ത്രി. ദാറ്റ് ഈസ് ഈ പറഞ്ഞ പേഴ്സണൽ ഗ്രീവൻസസ് ആൻഡ് പബ്ലിക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മന്ത്രിയാണ് അവര്. അപ്പൊ ഇയാൾ പറയുന്നത് വെച്ചാൽ എന്നോട് MK ധാർ പറയുന്നത് വെച്ചാൽ അങ്ങോട്ട് അവിടെ നിന്ന് മാർഗരറ്റ് ആൽവയെ തിരിച്ചു വന്നപ്പോൾ ഹീസ് എ ഡിഫറെന്റ് മാൻ. അയാൾ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് പിന്നെ അങ്ങോട്ട് ആകെ പോയത് ഇവിടെയാണ്. നമ്മുടെ എന്താണ് ISRO ഓഫീസിൽ പോയിട്ട് അവരെ വിളിച്ച ആള് ഇത് പറയുകയാണെങ്കിൽ ഇത് മാറ്റാനുള്ള ശ്രമം നടത്താൻ വേണ്ടി റെക്കോർഡ് മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ കാര്യം ക്ലിയറാണ്. ദാറ്റ് ഇസ് മാർഗരറ്റ് ആൽവ നഥന സുമനന്റെ കാര്യം നേരിട്ട് വന്നിട്ട് പറഞ്ഞ കാണില്ല. പക്ഷെ മാർഗരറ്റ് ആൽവ പറഞ്ഞിട്ട് അന്നാണ് ഡയറക്ഷൻ മാറിയത്. അതിന്റെ തെളിവ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കേരള നിയമവേദി കൊടുത്ത ഒരു കേസിന്റെ ഒബ്സർവേഷനിൽ അന്നത്തെ ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസ് ശ്രീധരനും അത് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചത് നിങ്ങൾക്കറിയാം. കാരണം അതിനകത്ത് ഞങ്ങൾ CBI ഞങ്ങളുടെ ഇന്റലിജൻസ് ബ്യൂറോ അന്ന് എടുത്ത വീഡിയോയും കൂടി കണ്ടതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം CBIക്കാർ അവരെ ഡയറക്ഷൻ മാറ്റി എന്ന്. അങ്ങനെ CBI അപ്പം അത് മാറ്റത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ നമ്പിനാരായണന് വേണ്ടിയിട്ടൊന്നുമല്ല, പ്രഭാകര റാവുവിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിന് ശരിയായ കാര്യം. പിന്നെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം കാര്യം, കരുണാകരൻ അതിനകത്ത് ഈ പറഞ്ഞ ഈ നമ്മുടെ രമൺ ശ്രീവാസ്തവ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആഴ്ച 1 കഴിഞ്ഞ്. കാരണം ആദ്യകാലത്ത് തന്നെ ചന്ദ്രശേഖരനും മറിയം റഷീദയും ശശികുമാരനും ഇയാളുടെ റോള്, രമൺ ശ്രീവാസ്തവയുടെ റോള്, രമൺ ശ്രീവാസ്തവ അതിന് വേണ്ട കാര്യങ്ങൾ, അയാൾ ഈ റഷ്യക്ക് വേണ്ടി സാധനങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് കടത്തിയതിനെ സംബന്ധിച്ചും മറ്റും എല്ലാം തന്നെ വിശദമായി തന്നപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. അപ്പൊ സിവി മാത്യു പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് സമ്മതിച്ചില്ല. അതിനെ തുടർന്ന് നമ്മുടെ കരുണാകരന്റെ കരുണാകരന് വേണ്ടപ്പെട്ട ഒരു കക്ഷിയാണ് നരസിംഹ ഈ പറഞ്ഞ നമ്മുടെ രമൺ ശ്രീവാസ്തവ. അപ്പൊ അതുകൊണ്ട് കരുണാകരനടുത്ത് ഉത്തരവാദി തന്നെയാണ്. കാരണം ഒരു ഇതായിട്ടുള്ള ചാര സംഘത്തിനെ സഹായിച്ച അല്ലെങ്കിൽ ചാരസംഘത്തിന് കൂട്ടാളിയായിട്ട് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലേ അയാളെ രക്ഷിക്കണെന്തിനാ? അയാളെ പറ്റി അന്വേഷിക്കാൻ വിടുകയല്ല ചെയ്യേണ്ടിരുന്നത്. അയാൾ നിരപരാധിയാണെങ്കിൽ അന്വേഷണത്തിൽ അയാളൊക്കെ ഒന്നും സ്ഥാപിക്കാൻ പറ്റില്ലായിരുന്നില്ല. അപ്പൊ അതിനെ തീർത്ത് കരുണാകരൻ വസിച്ചത് രാജ്യദ്രോഹമാണ്. ആ രാജ്യദ്രോഹത്തെ സംബന്ധിച്ച് അന്ന് ഇവിടെ അയാളുടെ രാഷ്ട്രീയത്തിലാണ് ശബ്ദം ഉണ്ടാക്കി കാണും. ആ രാഷ്ട്രീയ ശക്തികൾ ഉണ്ടാക്കിയത് അത് കറക്റ്റായ കാര്യമല്ലേ? അതിപ്പോ ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെയല്ലേ പ്രതിപക്ഷങ്ങളല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ എതിർ ശക്തികളല്ലേ പറയുള്ളൂ. അപ്പൊ അത് ആന്റണിയും അല്ലെങ്കിൽ ആന്റണിയുടെ ഗ്രൂപ്പും അത് പറഞ്ഞ് അത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ അന്നത്തെ UDFിലെ മറ്റുള്ള നേതൃത്വങ്ങളെല്ലാം കൂടി ചെയ്ത് അത് കറക്റ്റായ കാര്യമാണ്. അത് മറിച്ച് നിങ്ങളത് 100 പ്രാവശ്യം കള്ളം പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ രമൺ ശ്രീവാസ്തവ പറ്റി വളരെ ക്ലിയറായ എവിഡൻസ് ഉണ്ട്. കാരണം ഇവരെല്ലാം ഞങ്ങൾക്കറിയാമോ? ഒന്ന് രമൺ ശ്രീവാസ്തവക്കെതിരായിട്ടുള്ള സംഗതി ഒന്ന് ഇയാൾ ഈ പറഞ്ഞത് മദ്രാസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി അവിടെ താമസിച്ചതിന്റെ റെക്കോർഡുണ്ട്. ആരുടെ കൂടെ? അയാൾ അന്ന് പോയത് ചന്ദ്രശേഖരൻ, ശശികുമാർ, നമ്പിനാരായണൻ ഇവരുടെ കൂടെ പോയി അവിടെ ആ മദ്രാസ് താമസിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് അത് മറ്റുള്ള കാര്യം ഞാൻ പുറത്ത് പറയണില്ല. കാരണം അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ ചെയ്തെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഇതുണ്ട്. ആ ഇന്റർവേഷൻ റിപ്പോർട്ട് വായിച്ചത് നിങ്ങൾക്കറിയാം. 3 പേരുടെ ഇന്റർവേഷൻ റിപ്പോർട്ടിലുണ്ട്. ശശികുമാർ ഇന്റർവേഷൻ റിപ്പോർട്ടിൽ അയാളെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മറിയം റഷീദയുടെ ഇതിലും പറയുന്നുണ്ട്. കാര്യം ഇവർ ബാംഗ്ലൂർ പോയതും ഇന്ദിര അവിടുത്തെ ഇവിടെ ഇവരുടെ ക്ലബിൽ
ഇവരുടെ ഒരു എന്താണ് MG റോഡിൽ ഒരു ക്ലബ്ബുണ്ട്, ഇന്ദിര ക്ലബ്ബ്. ആ ക്ലബ്ബിൽ അവർ പോയതിന്റെ എവിഡൻസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇയാൾ എങ്ങനെ ഓടിച്ചെന്ന് പറയുന്നുണ്ട്. ചന്ദ്രശേഖരൻ നേരിട്ട് എന്നോട് പറഞ്ഞാണ്. അതിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? അവിടെ താമസിച്ചിരുന്നപ്പോൾ അവിടെ തെളിവ് കിട്ടും. അവിടെ അന്വേഷിച്ചാൽ അവിടെ ആ തെളിവ് കിട്ടും. ഐബിയുടെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇവരുടെ എല്ലാം തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് ഇവന്മാരെ എല്ലാം തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ പറയണതിന് അവരെന്തിനാ ഇത് കഥ ഞങ്ങളോട് പറയണം? ആ വീഡിയോ റെക്കോർഡിൽ എവിടെയായിരിക്കും? അതിപ്പോ ഐബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കാണണം. അവരത് നശിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നശിപ്പിച്ചേക്കാൻ അർത്ഥം വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് കാണണം. കാരണം ഈ പറഞ്ഞ വീഡിയോ CD ഞങ്ങളിവിടെ ഞാൻ തന്നെയുള്ള കൊണ്ടുപോയിരുന്നു. ഈ എന്താണ് കേസിൽ നമ്മുടെ ഹൈക്കോടതിയിലെ കേസ് വന്നപ്പോൾ ഈ 3 CD കൊണ്ടുപോയി കൊടുക്കാൻ കൂടെ പോയ ആൾ ഞാനാണ്. അന്നത്തെ ജഡ്ജി ആയിട്ടുള്ള ശ്രീധരൻ അദ്ദേഹത്തിന്റെ കൂട്ടിലുള്ള ജഡ്ജി അത് 3 കണ്ടിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ജഡ്ജ്മെന്റ് റെഫർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞവർ ഇവരാരും മർദ്ദിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞത് വളരെ ക്രൂളായിട്ട് കറക്റ്റാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ലേ തെളിവ്. പിന്നെ ഈ കഥ ആൾക്കാർ പറഞ്ഞതിനാ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, രമൺ ശ്രീവാസ്തവ അന്ന് ആയിട്ട് 1-2 അഫിഡവിറ്റ് ഇതായാലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അയാളുടെ അങ്ങൊരു അന്ന് 24-ാം തീയതി അങ്ങൊരു പോലീസ് വയർലെസ്സിൽ അയാളുടെ മെസ്സേജ് അയച്ചു. പക്ഷെ പോലീസ് വയർലെസ് മെസ്സേജ് ആകെ കിട്ടിയിട്ടുള്ളത് അന്നത്തെ കമ്മീഷണറുടെ ഓഫീസിൽ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ആ റെക്കോർഡ് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം തന്നെ ബാക്കിയെല്ലാം തന്നെ കള്ളത്തരമായിരുന്നു. ആ കമ്മീഷണർ ഓഫീസിൽ അന്നുണ്ടാക്കിയ റെക്കോർഡ് കള്ളത്തരമായിരുന്നു. കാര്യം നിങ്ങൾ ഒരു ഇത് കൊണ്ടു നടന്നാലും പോലീസ് വയർലെസ് കൊണ്ട് നടന്നാൽ അത് ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ആൾക്കാർക്കും ഒരേ സമയം തന്നെ കേൾക്കാം. ഇത് ബാക്കിയുള്ള സ്ഥലത്ത് ആരും കിട്ടിയില്ല, ഇത് മാത്രം കിട്ടിയെന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറഞ്ഞവരെ CBI നടത്തിയ ഒരു കള്ളക്കളിയുടെ ഇതിനെ രക്ഷിക്കാൻ വേണ്ടുന്ന ഒരു കള്ളക്കളിയാണ്. എന്ന് മാത്രമല്ല, ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ രമൺ ശ്രീവാസ്തവയെ സംബന്ധിച്ച് ഇവിടെ ചെന്നൈ, ബാംഗ്ലൂർ ഇതെല്ലാം തന്നെ വളരെ ഇതായിട്ടുള്ള തെളിവാണ് അതിനകത്തുള്ളത്. എന്ത് തെളിവാണല്ലോ ഈ മറ്റു സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞില്ല, ഇയാൾ അവിടെ അന്ന് പോയ സംഗതിയും അയാൾ ആൾക്കാരെ കണ്ടതും ഈ പറഞ്ഞ മറിയം റഷീദയും ഈ പറഞ്ഞ സംഗതി ഇയാളും ഫൗസി ഹസനും ഈ ബാൾഡിൻ സ്കൂളിൽ അവരെ പോയതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ബാൾഡിൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർ പറഞ്ഞു ഈ 3 പേര് അയാളെ കൊണ്ടുവന്ന് ആക്കിയ കാര്യം അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചന്ദ്രശേഖരനും പറയുന്നുണ്ട്. ഈ 3 പേരും ഒന്നിച്ച് പറയുന്നതിന് ഞങ്ങൾ തല്ലി പറയിപ്പിച്ചാണ്. അത് ഈ പറഞ്ഞു വേറെ എത്രയോ IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. രമൺ ശ്രീവാസ്തവ മാത്രം ഞങ്ങൾ പറയുന്നതിന് ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറെ എന്തെല്ലാം IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ പറ്റിയൊക്കെ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ എറണാകുളത്ത് നിന്ന് വന്ന ആള്, ബാക്കി കുറെ ആൾക്കാർ വേറെ പല സ്ഥലത്ത് വന്നവരാ. പിന്നെ ഡൽഹിയിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ ഈ ടെക്നീഷ്യൻസ് ആണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ എങ്ങനെ കഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണം? ഇത് ശരിയായി നടന്ന കഥയാണ് നടന്ന. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല. വെറും 10 ദിവസം കൊണ്ട് ഈ കാര്യം പിടിയിട്ടില്ല. ഒരു 3 മാസം അന്വേഷിച്ചെങ്കിൽ കംപ്ലീറ്റ് A to Z വിത്ത് റെക്കോർഡ് ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ആ സാധാരണ അട്ടിമറിച്ചത്. ഇവിടെ പിന്നെ നമ്പിനാരായണന് ഇപ്പൊ പൈസ കൊടുക്കണം, അതായത് നഷ്ടപരിഹാരം കൊടുക്കണം, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ പിരിച്ചുവിടണം എന്ന് ഇപ്പൊ പറഞ്ഞൊരു കോടതി വിധി വന്നിട്ടുണ്ട്. ഈ കോടതി വിധി വളരെ വൈകി വന്ന അപേക്ഷയിൽ ഉണ്ടായ വിധിയാണ്. ഈ IBയിലെ ഉദ്യോഗസ്ഥര് ഇപ്പൊ താങ്കൾ തന്നെ ഇതേ കേസിൽ കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ഒരു ഇരട്ടത്താപ്പ് സമീപിക്കുന്നതായിട്ട് പറയാം. അതെന്താണെന്ന് വിശദമാക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം, ഈ കേസിൽ തുടക്കം മുതൽ തന്നെ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഡിവിഷൻ ബെഞ്ച്. ഇപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഈ കേസ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഈ പറഞ്ഞ CBI അട്ടി പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നി ഈ കേസ് അവർ മുക്കിക്കളയും. അതുകൊണ്ട് അതിന് ചെയ്യാൻ വേണ്ടി ഞാൻ VRSന് അപ്ലിക്കേഷൻ അയച്ചായിരുന്നു. കാരണം എനിക്കറിയാം ഇത് രാജ്യദ്രോഹം ഇതായിരുന്നു, പ്രധാനമന്ത്രി ഇട്ട കേസ്, മകൻ ഇടപെട്ട കേസാണ് തീർത്തും. പക്ഷെ എനിക്ക് രാജ്യത്തിനോട് ഇതുള്ളതുകൊണ്ട് ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാജിവെച്ച് പോകുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. ഈ പറഞ്ഞ CBIക്ക് ഇതേണ്ട അന്ന് കേരള നിയമവേദിയാണ് കേസ് കൊടുത്തത്. കേരള നിയമവേദി കേസ് കൊടുത്തപ്പോൾ അവർ രേഖ അന്നത്തെ ജഡ്ജി ചോദിച്ചാൽ രേഖ ഞങ്ങൾ IBക്കാർ കൊടുത്തു. IBക്കാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. IBയുടെ അന്വേഷണം കറക്റ്റായ രീതിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇവരോട് പറഞ്ഞ് നിങ്ങളുടെ CBIയുടെ ഇത് ശരിയല്ല എന്ന് റിമാർക്ക് ചെയ്ത് അത് അവർ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അതെടുത്ത് കളിച്ചു. കാരണം ഇറ്റ് ഈസ് ടു എയർലി ടു മേക്ക് എന്ന് പറഞ്ഞാൽ അത് മാറി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ കണ്ടെന്താണ് കേസ് അവർ പൂഴ്ത്തി കളഞ്ഞാണ് ചെയ്തത്. ആ പൂഴ്ത്തിയത് കാര്യം ഇതാണ്. അത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അത് ടെക്നിക്കലി തന്നെ തെറ്റാണ്. കാരണം വെച്ചാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒക്കെ കിട്ടിയിട്ട് വേണമായിരുന്നു അത് ഇവിടെ എന്താണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല. അപ്പൊ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് എന്താണെന്ന് ചെയ്തത്, May 2-ാം തീയതി അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ 110 പേജുള്ള സാധനം ഒറ്റയടിക്ക് അന്നേരം ആക്സെപ്റ്റ് ചെയ്തു. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു? അത് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാം. ഈ പറഞ്ഞ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മോഹൻ രാജ്
ഈ പ്രതി ശശികുമാർ എന്നുള്ള രണ്ടാം പ്രതിയുടെ അനിയന്റെ ഭാര്യയുടെ അമ്മയുടെ മോനാണ്. അപ്പൊ അതൊരു കാര്യം. അപ്പൊ അത് ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പൊ അന്ന് ഞാനിതേമാരെ ബഹളുണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷക്കാർ അധികാരത്തിൽ വരികയും അവർ റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇടുകയും ചെയ്തു. റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടപ്പോൾ അത് ഹൈക്കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അത് എടുത്തത്. നിങ്ങൾ ആലോചിക്കണം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലാണ് ഈ സാധനം അവതരിപ്പിച്ച് ഹൈക്കോടതി പറഞ്ഞു ഓക്കെ അത് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി റെഫറൻസ് നടത്തി. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സാധനം ഡൽഹിയിലേക്ക് പോയി. ആരാണ് പോയത്? CBI. ആർക്ക് വേണ്ടിയിട്ട്? ചാരന്മാർക്ക് വേണ്ടി. നിങ്ങൾ ലോകത്ത് കേൾക്കണം, ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസി പാക് ചാരന്മാർക്ക് വേണ്ടി കേസിന് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൊടുത്ത പൈസ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇവിടുത്തെ ഇന്ത്യയിലെ പൗരന്മാർ കൊടുത്ത ടാക്സ് എമൗണ്ടിൽ നിന്ന് കോടികളെ ചെലവാക്കി പാകിസ്ഥാൻ ചാരന്മാർ രക്ഷിക്കാൻ വേണ്ടി ലോകത്ത് ഒരു ഏജൻസിയും സ്വന്തം രാജ്യത്തിന്റെ ഏജൻസി പോയി വാദിക്കില്ല. ഇത് അത് ചെയ്തു എന്തിനു വേണ്ടി? നിങ്ങൾ ആലോചിച്ചു ലോകത്ത്. കാരണം അവരാണെങ്കിൽ അവരുടെ കാര്യത്തിൽ പോട്ടെ. വാട്ട് ഇസ് CBI's റോൾ? CBIക്ക് എന്ത് കാര്യം? അവരന്വേഷിക്കുന്നെങ്കിൽ അവരാണ്. കാരണം കോടതി ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ഇപ്പൊ പോലീസ് ചെയ്ത പോലീസ് ഓരോ സാക്ഷിയെ വെറുതെ വിട്ടെന്ന് പറഞ്ഞ് പോലീസ് അപ്പീൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ വിട്ടതിനെതിരായിട്ട്. പക്ഷെ മറിച്ച് വെറുതെ വിട്ടതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഒരു കോടതിയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഏജൻസി പോയായിട്ട് കാണുന്നത്. വേറെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ, ലോകത്ത് അങ്ങനെ നടന്നിട്ടുണ്ടോ? ഒരാൾ നിരപരാധിയാണെന്നും പറഞ്ഞ് ചെയ്യണമെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യും, അവർക്ക് കോടതിയുണ്ട്, അവർ സംഗതിയുണ്ട്. അതിനുവേണ്ടി CBIയും ഇത്ര കാശും മുടക്കി വലിയ വലിയ ആൾക്കാരെ വെച്ചിട്ട് വാദിക്കണമെന്തിനാണ്? അത് കോടികൾ ചെലവാക്കി. നിങ്ങൾ ആലോചിക്കണം, കോടികൾ ചെലവാക്കി അതിന് വാദിച്ചിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് സംഗതിയുടെ കടപ്പ് മനസ്സിലാകണം. ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചത് നിങ്ങൾക്കറിയാം. കാരണം CBIയുടെ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അറിയാം അത് വെറും ഒരു ഫ്രോഡ് പരിപാടിയാണ്. അതെങ്ങനെയാണ് ഫ്രോഡ് പരിപാടിയാണ്? ഫ്രോഡ് ആണെന്ന് അതിന്റെ ഒബ്സർവേഷൻ നിങ്ങൾ വായിച്ചറിയാം. അതെന്തൊക്കെയാണെന്ന് പറയാമോ? അത് പറയാം. ഒന്ന് ഇവരീ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു ചാരക്കഥയല്ല. അവരാകെ പറയുന്നത് നിങ്ങൾ അറിയുന്ന ഏറ്റവും ബേസിക്കായ മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ചോദിച്ച ഒരു കാര്യമാണ്. അവര് പറയണ ഒരു രേഖ നിങ്ങളുടെ ഓഫീസിലുണ്ടെന്ന് വിചാരിക്കാം. ആ രേഖ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഫോട്ടോ കോപ്പി എടുത്താൽ അത് തിരിച്ചു പോകില്ലേ? അല്ല, പക്ഷെ ആ രേഖ അവിടെ കയ്യിലും കടയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ കോപ്പി എടുത്താൽ ആ രേഖ പോയില്ലെന്ന് പറയാൻ പറ്റുമോ? രഹസ്യം പോയില്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയുന്ന ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ് ഫോട്ടോ കോപ്പി എടുക്കുക. ഒരു സെക്കൻഡ് പോലും വേണ്ട. ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചു നോക്കണ സമയത്ത് വെറുതെ ചുമ്മാ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലായി. എന്നിട്ട് ഇവരുടെ ആർഗ്യുമെന്റ് എന്താണ്? ആ രേഖ അവിടെ പോയിട്ടില്ല. പക്ഷെ ആ രേഖ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ പച്ചക്കള്ളമാണ്. രേഖ പോയിട്ടുണ്ട്. ആ രേഖ അവരെടുത്ത് പലതും തിരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് കിട്ടാത്തതുണ്ട്. ആ കഥ ആണ് ഒന്ന്. രണ്ടാമത് കിട്ടാത്ത എന്താണ്? കിട്ടാത്ത ഇപ്പൊ തന്നെ അവരുടെ റിപ്പോർട്ട് തന്നെ വായിച്ചാൽ നിങ്ങൾക്കറിയാം 529 ഡോക്യുമെന്റ് തിരിച്ചു കിട്ടിയിട്ടുള്ള CBI തന്നെ പറയുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് ആ ഡോക്യുമെന്റ്സിന്റെ പ്രാധാന്യം? ആ റോസസ് അത് ഈ പറഞ്ഞ റെക്കോർഡ് ഇത് പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ഇതിപ്പോ നിങ്ങൾ ISROന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതൊരു രാജ്യരക്ഷാ രഹസ്യം എന്തുകൊണ്ടാകണം? കാരണം ആയുധ നിർമ്മാണം, റോക്കറ്റ് നിർമ്മാണം, ഈ നിർമ്മാണങ്ങൾക്ക് ഒരുപാട് കാശ് ചെലവാക്കിയാണ് നമ്മൾ ഗവേഷണം നടത്തണം. ആ ഗവേഷണങ്ങളെ രഹസ്യമായി സൂക്ഷിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യും. ഒന്ന് രാജ്യരക്ഷാ രഹസ്യം, രണ്ട് ഈ രഹസ്യമുള്ളതുണ്ടെങ്കിൽ നമുക്കത് ആൾക്കാരുടെ അടുത്ത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങിക്കാം. അത് നമുക്ക് വരുമാനം ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഇപ്പം അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ കോടികൾ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കണം. ആ കോടികൾ കൊടുത്ത് വാങ്ങിക്കണം എന്തുകൊണ്ടാണ്? കാരണം അത് രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ പിന്നെ അതിന് ആ കോടികളുടെ വിലയില്ല. അപ്പൊ അതുകൊണ്ട് അത് രഹസ്യമായി സൂക്ഷിക്കും. ആ ടെക്നിക്കൽ ഡ്രോയിങ്സ്, ഇപ്പൊ ഈ പറഞ്ഞ കേസിൽ പോയ കാര്യങ്ങൾ ഞാൻ പറയാം. ടെക്നിക്കൽ ഡ്രോയിങ്സ് ആണ് കൂടെ പോയത്. ആ ടെക്നിക്കൽ ഡ്രോയിങ്സ് ഈ നമ്പി നാരായണന്റെ LPS വലിയ മേലുള്ള LPSC ഓഫീസിൽ നിന്നാണ് പോയത്. അത് എങ്ങനെ പോയി, ആരൊക്കെയാണ് അതിന്റെ കോപ്പി എടുത്ത് എന്നെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം, എങ്ങനെ പോയി എന്നുള്ളതും എവിടെ അത് പറഞ്ഞുതരാം. ആ LPSC എന്നുള്ള സംഗതി ഇപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം ഇത് ശശികുമാറാണ് ആദ്യം ഞങ്ങളോട് പറഞ്ഞത്. കാരണം ശശികുമാർ ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്യും, പിന്നീടാണ് പറഞ്ഞത് ഈ പറഞ്ഞ ചാര പ്രവൃത്തി തുടങ്ങിയത് നമ്പി നാരായണന്റെ തലയിലാണ് ഉദിച്ചത്. അദ്ദേഹം പറഞ്ഞ ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കൊണ്ട് നമ്മൾ അത് പുറം ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് പൈസ ഉണ്ടാക്കാം. അപ്പൊ അതിനുവേണ്ടി എന്താ വെച്ചാൽ ഈ സംഗതികൾ ശേഖരിക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ടീം ഉണ്ടാക്കാം. അപ്പൊ അദ്ദേഹം ആണ് ഈ ഒരു ടീം ഡെവലപ്പ് ചെയ്തത്. ആ ടീമിലെ രണ്ടാമത്തെ ആളാണ് ഈ പറഞ്ഞ ശശികുമാർ. അപ്പൊ ശശികുമാർ ഞങ്ങളോട് പറഞ്ഞു എങ്ങനെയായാലും പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഇതിലുണ്ട്, വീഡിയോ റെക്കോർഡിലുണ്ട്, ഡോക്യുമെന്റിലുണ്ട്. ശശികുമാർ പറഞ്ഞു വെച്ചാൽ ഈ നമ്പി നാരായണൻ ഒരു പെണ്ണ് കേസിൽ കുടുങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്, ആ പേര് അത് വായിച്ചു അങ്ങനെ ഞാൻ പറയാം, ആ റെക്കോർഡ് വായിച്ചിട്ട് പറയാം. അവരും കൂടി പൊന്മുടിയിൽ എന്തോ പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രായം തികയാത്ത പെൺകൊച്ചിന്
എന്നോട് പറഞ്ഞത് ശശികുമാറാണ്. ശശികുമാറിന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്നെ ഇതായിട്ട് കൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശശികുമാർ ഇതിനാ കഥ പറയണമെന്നുള്ള കാര്യം ശശികുമാറോട് ചോദിക്കണം. അപ്പം വിജ ഇവിടെ കൊണ്ടുവന്ന് വേൺപള്ളി ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു വരാം. എന്നിട്ട് പോലീസിലേൽപ്പിച്ച്. അപ്പൊ പോലീസിൽ കുടുങ്ങിപ്പോയ ഈ നമ്പി നാരായണ ഊർത്തിയത് നമ്മുടെ ശശികുമാരനാണ്. ശശികുമാറിന് ഊർത്താൻ കാരണം എങ്ങനെയാണ്? ശശികുമാറിന്റെ ക്ലാസ്മേറ്റ്, എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു അന്നത്തെ DIG ആയിരുന്നു ചന്ദ്രൻ. അങ്ങനെ DIG ചന്ദ്രൻ ഇടപെട്ടിട്ടാണ് ഈ കേസിൽ നിന്ന് അങ്ങനെ ഊർത്തിയത്. അപ്പൊ അതിൽ നിന്ന് നമ്പിനാരൻ പഠിച്ചൊരു പാഠമായിട്ടാണ് എന്നോട് ഇയാളെ പറഞ്ഞത്, ശശികുമാർ പറഞ്ഞത് എന്ത്, ഒരു പോലീസ് ഓഫീസറെ കൂടി ഈ ടീമിലെടുത്താൽ ദാറ്റ് ഈസ് ഫോർ സേഫ്റ്റി. ഇനി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ ഗ്ലാവ് കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ ISRO ആയിട്ടുള്ള ബന്ധമുള്ള റഷ്യയുടെ ഏജന്റായിട്ടാണ്, ഏജന്റ് മീൻസ് അയാൾ ബ്രോക്കറായിട്ട്, മിഡിൽ മാൻ ആയിട്ടാണ് ഈ പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ്റെ കുഞ്ഞിത്തൈക്കാരനാണ്, പറവൂര് അടുത്തുള്ള ആളാണ്, എൻ്റെ നാട്ടിൽ നിന്നാണ്. അയാൾ വന്നു, അയാളെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അയാളാണ് പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ ഈ സംഗതി അയാൾ ചേർന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പൊ നമ്പിനാരായണ റോൾ വെച്ചാൽ ഇതിനെ സംബന്ധിച്ച പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ആരൊക്കെയാണ്. അപ്പൊ അതിനെ അങ്ങനെ കണ്ടുപിടിച്ച ആൾക്കാർ ഒന്ന് നോർത്ത് കൊറിയ, വടക്കൻ കൊറിയ, കാര്യം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മിസൈലും മറ്റും വിടേണ്ട ആവശ്യമുണ്ട്. 2 പാകിസ്ഥാൻ, 3 ബ്രസീല്, മലേഷ്യ, ഇത്രയും രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹം മൂവ് ചെയ്തെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത കൂട്ടത്തിൽ ഈ പറഞ്ഞ കിട്ടുന്നതാണ് സുഹൈറ എന്ന് പറഞ്ഞൊരു പെണ്ണ്. ആ സുഹൈറ ഒരു മാലിക്കാരിയാണ്, വളരെ സുന്ദരി എന്നാണ് ഇവർ പറഞ്ഞത്. എന്റെ ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയാണ്, നമ്മൾ കണ്ടാൽ അന്തം വിട്ടു പോകുന്ന പറയുന്നത്. ആ മാലി വനിത എവിടെ സെറ്റിൽഡാണ്? കൊളംബോയിൽ സെറ്റിൽഡാണ്. ആ മാലി വനിത വഴിയാണ് പാകിസ്ഥാൻ എംബസി ആയിട്ടുള്ള ബന്ധം. പാകിസ്ഥാൻ എംബസിയിലെ ആൾക്കാർ, മഷൽ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു പോക്കിയുദ്ദീൻ, ഇവർ ISIയുടെ ഓഫീസർമാരാ. ആ ISIയുടെ ഓഫീസർമാരാണ് ഇവരെ ഐറ്റ്. കാരണം നിങ്ങൾ ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് ചാരപ്രവൃത്തി ചെയ്യാനായിട്ട് പാകിസ്ഥാനിലേക്ക് പറ്റൂല. അതുകൊണ്ട് അവരെന്താ ചെയ്യണം? ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ എംബസി വഴിയാണ് ചെയ്യണം. അതിന് ഏറ്റവും എളുപ്പമുള്ളതാണ് മാലി. കാരണം മാലിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോയിക്കിട്ടും നമ്മൾ ആരും അവരെ ശ്രദ്ധിക്കില്ല. പിന്നെ ബംഗ്ലാദേശ്, ഞാൻ ബംഗാളിലുണ്ടായിരുന്നു. ഈ പറയാം, ഞാൻ അന്ന് അവിടെ പിടിച്ച ചാരക്കേസിലെ ആള് ഈ പറഞ്ഞ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതുപോലെ ഇവിടെ അവർ ചെയ്യുന്നത് ഈ കൊളംബോ എന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനെ കണ്ടോളൂ. കാരണം അപ്പം നമ്മൾ ആരും പിടിക്കൂല. അപ്പൊ ഈ ബംഗ്ലാദേശ് വന്നപോലെ ആരും അത് ശ്രദ്ധപ്പെടില്ല. പക്ഷെ ഇവിടെ പാകിസ്ഥാൻ എംബസി നിർത്താൻ പോയി കഴിഞ്ഞാൽ അവരെ പോലെ ഞങ്ങൾ IBക്കാർ പോകും. കാരണം അവരുടെ പേരും പർട്ടിക്കുലേഴ്സ് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഈ കൊളംബോയിലെ ആൾക്കാരുടെ കയ്യിൽ പേരും പർട്ടിക്കുലേഴ്സ് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അവരിവിടെ വന്ന് ഏതെങ്കിലും കള്ളപ്പേരില്ല, വ്യാജ പാസ്പോർട്ടിലോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അതേമാതിരിയാണ് നമ്മുടെ ഈ പറഞ്ഞ മറിയം റഷീദ, പിന്നെ ഈ ഫൗസി ആസിൽ അതിനുപയോഗിച്ചതാണ് ആര്? ഈ പെണ്ണുങ്ങൾ വഴി. കാര്യം പാകിസ്ഥാൻ്റെ ഒരു തന്ത്രമുണ്ട്. അവരെപ്പോഴും ചാരപ്രവർത്തനം ചെയ്യും. 3 കാര്യം ശ്രദ്ധിക്കും. ഒന്ന് വൈൻ, പിന്നെ വുമൺ, പിന്നെ ഈ പറഞ്ഞ പൈസ. ഇതിൽ 3ലും വീഴാത്ത ആരുമില്ല. ഇപ്പം ഞാൻ എൻ്റെ 25 വർഷത്തെ ഇതിൽ മിക്കവാറും ഒരു 10-16 വർഷം ഈ പാകിസ്ഥാൻകാരുടെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കേസിലും അവർ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ സുഹൈറ അതാണ് ചെയ്തത്. ഈ ഫൗസി അസറും നിങ്ങൾ കണ്ടാലും വയസ്സായിപ്പോയി. അവർ അന്ന് പണ്ട് കണ്ട മിസ് മാലിയാട്ടെ ആയിരുന്നു, പക്ഷെ വയസ്സായ സമയത്താണ്. അപ്പൊ അങ്ങനെ ഫൗസിയ വയസ്സായപ്പോഴാണ് മറിയം റഷീദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരിയെ കൊണ്ടുവന്നത്. ഏത് കാര്യം അവർക്ക് ഇതായതുകൊണ്ട്. പക്ഷെ ഈ മറിയം റഷീദിന്റെ കേസ് തന്നെ എടുത്താൽ മതി, ഈ ഒഫീഷ്യൽ സീക്രട്ട് സിറ്റുവേഷൻ പ്രാവും. കാര്യം എന്ന് വെച്ചാൽ ഒഫീഷ്യൽ സീക്രട്ട് 8 അനുസരിച്ചിട്ട് ഏതെങ്കിലും വിദേശ ഏജൻസിയായി നിങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ടാൽ അയാളെ ഇതിന് ശിക്ഷിക്കാമെന്നാണ് നിയമം. തെളിവൊന്നും വേണ്ട, ബന്ധപ്പെട്ടെന്ന് തെളിവ് മാത്രം മതി. ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദ അക്യൂസ്ഡ്, നോട്ട് ഓൺ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അല്ല, നിങ്ങൾ ഒഫീഷ്യൽ സീക്രട്ട് എടുത്ത് വായിച്ചു നോക്കും. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ 1923 അത് ക്ലിയർ ആയിട്ട് എഴുതുന്നത് ഞാൻ ഇത്രയും പ്രൂവ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ആള്, ബന്ധപ്പെട്ട ആള് ഒരു ഫോറിൻ ഏജന്റ്, സെക്യൂരിറ്റി ഏജന്റ് ആളായിരുന്നു. അങ്ങനെ മറിയം റഷീദ ഇത് ഫിസിക്കലി അവിടെ ഒരു ഈ പറഞ്ഞ മാലി രഹസ്യ ഏജൻസിയിലെ ഒരു ഇതാണ്, ഒരു ഏജന്റാണ്, ജോലിക്കുള്ള ആളാണ്. അപ്പൊ അയാളോട് നിങ്ങൾ ഞാൻ ബന്ധപ്പെട്ടാലും എന്നെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. അല്ല ഞാൻ വെറുതെ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി വിളിച്ചാണെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. മറിച്ച് ഈ കേസിൽ അതല്ല. പക്ഷെ മറിയം റഷീദയുടെ ഇവരുപയോഗിച്ചതാണ്. പക്ഷെ ഈ ഇപ്പം നിങ്ങൾ കേസ് തുടങ്ങണം എങ്ങനെയാണ്? മറിയം റഷീദയുടെ കാലാവധി കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഈ നമ്മുടെ വിജയൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന വിജയൻ അവരുടെ അന്വേഷിച്ചപ്പോഴാണ് മറിയം റഷീദ അവിടെ നിന്ന് വിളിച്ച ഇതില്
ഈ പറഞ്ഞ ശശികുമാരന്റെ പേര് വന്നത്. ആ ശശികുമാരൻ ആരാണ്? ഈ പറഞ്ഞ ISRO സയന്റിസ്റ്റാണ്. ISRO രഹസ്യ ഇതിന്റെ ഉള്ളതാണത്. അവിടെ നിങ്ങൾ ആ ബോർഡ് കണ്ട ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ചിട്ട് നിരോധിത മേഖലയാണ് ഈ പറഞ്ഞ ISRO. ഈ ശശികുമാരനായിട്ടാണ് അവർ വിളിച്ചിരുന്നത് അതോ നമ്പിനാരായണനായിട്ടായിരുന്നു? ഇല്ല, ആദ്യം ശശികുമാരനായി ആദ്യം പിടിക്കുമ്പോൾ ശശികുമാരനായിട്ടാണ് പിടിച്ചത്. ശശികുമാരനാണ് പിക്ചറിൽ ആദ്യം വരുന്നത്. അതിനെ തുടർന്ന് പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോഴാണ് നമ്പിനാരായണന്റെ പേരൊക്കെ ഇവർ പറഞ്ഞത്. അപ്പൊ ആദ്യം പിടിക്കപ്പെട്ടത് ശശികുമാരൻ വഴിയാണ്. അപ്പൊ ശശികുമാരൻ അന്വേഷിച്ച് ശശികുമാരൻ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ശശികുമാരൻ ഇവരുടെ എല്ലാം പേര് പറഞ്ഞതും. അതിനുശേഷം ഈ പറഞ്ഞ ഫൗസിയത്തിന് ഇവരുടെ എന്തെല്ലാം സംഭവിച്ചു, എത്ര പേയ്മെന്റ് ഏത് സമയത്ത് നടത്തി, ഇന്ന സ്ഥലത്ത് അവര് പല സ്ഥലത്ത് വെച്ച് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹോട്ടൽ സമ്രാട്ടിൽ വെച്ച് കൊടുത്തു. ആർക്ക് കൊടുത്തു? 25,000 രൂപ നമ്മുടെ ചന്ദ്രശേഖരന് കൊടുത്തു. ആര്? മറിയം റഷീ, സോറി, ഫൗസിയ ഹസൻ. ഫൗസിയ ഹസൻ കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, മാലി എന്നുള്ള ഒരു ഈ പാക് ഇന്റലിജൻ ഓഫീസറാണ്. പാക് ഓഫീസറാണ്. അയാൾ വർക്ക് ചെയ്യുന്ന എവിടെ പറയുമ്പോൾ ഹബീബ് ബാങ്ക്. നിങ്ങൾ ആലോചിക്കണം, ഹബീബ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് പാകിസ്ഥാൻ ചാർജ് സെക്രട്ടറി ISIയുടെ ഫ്രണ്ട് ഓർഗനൈസേഷനാണ്. ഈ ഫൗസിയ ഞങ്ങൾ പറഞ്ഞ ഫൗസിയെ ചാക്കിട്ടത് ഈ പറഞ്ഞ ഹബീബ് ബാങ്കിലെ ഓഫീസറാണ്. മറിച്ച് ഈ കൊളംബോയിലുള്ള ഹബീബ് ബാങ്ക് ഇതേമാതിരി പാകിസ്ഥാൻകാരുടെ ഫ്രണ്ട് ഓർഗനൈസേഷനാണ്, ഗൾഫുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അവരായിട്ട് ബന്ധപ്പെടുന്ന മിക്ക ആൾക്കാരും അവര് വഴി ഈ പറഞ്ഞ പാകിസ്ഥാന്റെ ചാരവലയത്തിൽ പെടുകയാണ് പതിവ്. അങ്ങനെ അവിടെ ഈ പറഞ്ഞ നമ്മുടെ മറിയം ഫൗസിയ ഹസനെ ട്രാപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാല്, അവർക്ക് ഒരു ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ കൊടുക്കുക, വീടുണ്ടാക്കാൻ വേണ്ടി ഹൗസിംഗ് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചാക്കിട്ട് വരുത്തിയത്. ഇത് ഞങ്ങളെങ്ങനെ അറിയണേ? ഫൗസിയ ഹസൻ ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് എങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കാൻ പറ്റുമോ? ഫൗസിയ ഹസൻ എനിക്ക് അറിയേയില്ല. ആകെ അറിയാവുന്ന കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഫൗസിയ ഹസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് അറിയണം. പിന്നീട് അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ കഥകളെല്ലാം തന്നെ പുറത്തു പറയണം. അത് അവര് പറഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ അത് കറക്റ്റാണ്. ഈ ഹബീബ് ബാങ്ക് എന്ന് പറയുന്ന ഗാമ്പ അവിടെ ഉണ്ട്, അത് ഇല്ല കഥയല്ല. ഹബീബ് ബാങ്കിൽ നീ പറഞ്ഞ മുഹീദ്ദീൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇതെല്ലാം കറക്റ്റാണ്, നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെ കള്ളക്കഥയാണ്? ഇവര് ഇത്ര കോടി കൊടുത്ത് അതായത് ഈ പറഞ്ഞതിനെല്ലാം പ്രോപ്പർട്ടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവര് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, 14 കോടി രൂപ കൊടുത്തിട്ട് ഇവര് ഇറ്റലിയിൽ ജെറ്റ് ലൈൻ വഴി ഇറ്റലിയിൽ നിന്ന് ഒരു ഇത് ഫിഷിംഗ് വെസൽ മേടിക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് അത് ആർക്ക് എന്തൊക്കെയാണ് ആരുടെയൊക്കെയാണ് അങ്ങനെ അവരൊരു കൂട്ടായ്മയാണ്. അങ്ങനെ അത് ഞാൻ പറഞ്ഞ ഒരു 3 ദിവസത്തേക്കും നിങ്ങളുടെ ചാനലിൽ പറയാനുള്ള സംഗതി കംപ്ലീറ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് വിളിച്ച് പറയാം. കാരണം ഇതെല്ലാം ക്ലിയറായ കാര്യമാണ്. ഇതെല്ലാം ഞാൻ എഴുതാനായിട്ട് ഞങ്ങൾ ആരാണ് വല്ല ഇതായിട്ടുള്ള മംഗളത്തിലോ മനോരമ എഴുതുന്ന എഴുത്തുകാരാണ്. ഞങ്ങൾക്ക് എന്താ കാര്യം എടുത്ത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയതാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ പറഞ്ഞത് ഈ പറഞ്ഞ ക്രയോജനിക്കിന്റെ വിദ്യ അന്ന് വന്നിട്ടില്ല, അത് കൊടുക്കുക, അത് ഒരു വിധത്തിൽ മാത്രമേ കറക്റ്റുള്ളൂ. ക്രയോജനിക് വിദ്യ ഈ പറഞ്ഞ രൂപത്തിൽ ലീഗലായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്ത്യക്ക് റഷ്യക്ക് അത് കൈമാറി. ആ കൈമാറിയ സാധനത്തിന് കുറെ രേഖ നമ്മുടെ നമ്പിനാരായണൻ ഹൈക്കോടതിയിൽ നിന്ന് ചോർത്തിയെടുത്ത് അതായത് വീട്ടിൽ വെച്ചിട്ട് അത് വിൽക്കാനായിട്ട് അഴിമറി ഈ പറഞ്ഞവരെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നതായിട്ടാണ് ഈ ശശികുമാറും ചന്ദ്രശേഖരനും വന്നത്. അതിനുപയോഗിച്ചത് ഈ പറഞ്ഞ റഷ്യക്കാരനായിട്ടുള്ള അലക്സി വാസിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഗ്ലാവ് കോസ്മോസിന്റെ ഇവിടുത്തെ കാര്യം ചെയ്യാൻ വേണ്ടി റഷ്യയിൽ നിന്ന് വന്ന അയാള്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കാണാം. അതായത് ഞങ്ങളിങ്ങനെ കള്ളക്കഥയായിട്ട് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് എന്ത് കാര്യമാണ്? അപ്പൊ ഈ ക്രയോജനിക് വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതി ഉണ്ടാക്കുകയും അതിന്റെ ഇത് 95 ഈ പറഞ്ഞ മാതിരി അത് ഇവർക്ക് കൈമാറി. ആര്? MTIR എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പ്രഭാകർ റാവു ഇടപെട്ട ഈ സാധനം MTIR എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു. അത് പേപ്പറിലും വന്നാണ്. ആ പേപ്പറിൽ വന്നപ്പോൾ 96 ഞാൻ അതിനെപ്പറ്റി പത്രപ്രസ്താവന നടത്തി. അത് കൊടുക്കരുത്, അത് രഹസ്യമാണ്, ആ രഹസ്യം കൈമാറുന്നത് ഞാൻ പറഞ്ഞാണ്. അന്ന് ഇതേപോലെ ഇന്ത്യൻ എക്സ്പ്രസിൽ എന്റെ പ്രസ്താവന വന്നിട്ട് എനിക്കെതിരായിട്ട് ഈ പറഞ്ഞ മാതിരി MTIR കമ്പനി എനിക്ക് നോട്ടീസ് വന്നതാണ്. പക്ഷെ അതിനുശേഷം ഞാൻ അന്വേഷിച്ചതിന് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ആ MTIRന്റെ കമ്പനി കിട്ടും. നിങ്ങൾ ആലോചിക്കുക, അത് പ്രൈവറ്റ് കമ്പനി കൊടുക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ രാജ്യരക്ഷയിലെ ഏറ്റവും വലിയ തകരാറാണ്. ഒരു പുതിയ ടെക്നോളജി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുക, ആ പ്രൈവറ്റ് കമ്പനിക്ക് അത് ആർക്കും വിൽക്കാം. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പ്രഭാകർ റാവുവിന്റെ
കൂട്ടത്തിലുള്ള ഒരു ടീമിന് അതുകൊണ്ട് കാശുണ്ടാക്കാനായിട്ട് അനുവാദം കൊടുത്തു. ഇത് ഈ പറഞ്ഞ നമ്പിനാരായണനും ഈ പറഞ്ഞ ആൾക്കാരും എല്ലാം തന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഇത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതാണ് ഈ പറഞ്ഞ മാതിരി CBIയുടെ കയ്യിലെത്താനും അത് അട്ടിമറിക്കാൻ നടന്നത്. ഇനി നിങ്ങൾ കാലാലോചിക്കും, പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുമോ? CBI അതാണ് ചെയ്തത്, പോസ്റ്റൽ ഇൻവെസ്റ്റിഗേഷൻ. അത് സുഹൈറ എന്ന് പറഞ്ഞ ആ പെണ്ണ് ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ഞങ്ങളോട് പറഞ്ഞ ഇൻട്രോഗേഷൻ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അവർ കള്ള പാസ്പോർട്ടിലാണ് വരുന്നത്. എന്നാലും CBI എന്നുള്ള വിദ്യാഭ്യാസം എന്താ ചെയ്തതെന്നറിയാമോ? കൊളംബോയിൽ പോയാൽ മതി, ആരും തടയൊന്നുമില്ല. ഇന്ത്യ കൊളംബോ നല്ല ബന്ധമുള്ളത്, അവരാരും തടയൊന്നുമില്ല. പക്ഷെ കൊളംബോയിൽ അവർ പോയില്ല. പോകാണ്ട് എന്ത് ചെയ്ത് എഴുത്തയച്ചത്രേ. എഴുത്തയച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങള് സഹായരുടെ പാസ്പോർട്ട് നോക്കി ആ പാസ്പോർട്ടിൽ അവർ ഈ പറഞ്ഞ പീരീഡിൽ ഇന്ത്യയിൽ വന്നായിട്ട് രേഖയില്ലെന്ന്. നിങ്ങൾക്ക് തോന്നലുണ്ട? ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല അവിടെ 3 പാസ്പോർട്ട് അവരെടുത്ത് 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സുഹൈറയുടെ കെയർ ഓഫില് മറിയം റഷീദക്കും ഫൗസിയതിന് 3 വീതം പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുമ്പോ ഈ പറഞ്ഞ ഈ റിപ്പോർട്ടിൽ എന്ത് വിലയാണുള്ളത്? ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കണം. സാധാരണ നമ്മളൊരാളെ ഫോറിൻ ട്രിപ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന പോലീസ് അന്വേഷിക്കുക ഇങ്ങനെ പാസ്പോർട്ട് നോക്കിയിട്ട് പാസ്പോർട്ടിൽ റെക്കോർഡ് നോക്കിയിട്ട് വിസയുണ്ടാ ഡിപ്പാർച്ചർ എണ്ണം നോക്കി വെരിഫൈ ചെയ്യാം. പക്ഷേ CBIയുടെ വിദ്യാർത്ഥി നിങ്ങൾക്ക് അറിയാമോ, ലീവ് എടുത്താൽ നോക്കും. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ നമ്പിനാരായണനും ഈ പറഞ്ഞ ശശികുമാർ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ബ്രസീലിൽ പോയി. ബ്രസീലിൽ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ബ്രസീലിൽ ഞങ്ങൾ ഇങ്ങനെ താമസിച്ചു. ആ താമസിച്ചപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ വന്ന പല ആൾക്കാരോടും ഈ സാധനം വേണമെന്ന് ചോദിച്ചു. ഈ രഹസ്യം ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ആശ ഉണ്ടെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടിന്റെ ഭാഗം ശശികുമാർ പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു പറയാൻ വേണ്ടി CBI എഴുതിയ നടന്നത് നിങ്ങൾക്കറിയാമോ? ആ പീരീഡിൽ ലീവ് എടുത്തിരുന്നു നമ്പിനാരായണനും ശശികുമാറും. പക്ഷെ അത് 2 പീരീഡിലാണ്. ശശികുമാർ എടുത്ത പീരീഡിലല്ല നമ്പിനാരായണൻ ഇതെടുത്തത്. അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ല. ചേട്ടാ ശശികുമാറിന്റെ നമ്പിനാരായണന്റെ പാസ്പോർട്ട് നോക്കിയിട്ടല്ലേ പറയേണ്ടത് അവർ പോയിട്ടില്ലെന്ന്. ലീവ് എടുക്കത്താലേ പോകാൻ പറ്റുള്ളന്നുണ്ടോ? നമ്പിനാരായണൻ അവിടുത്തെ ചീഫാണ്. നമ്പിനാരായണൻ ലീവ് എടുക്കാണ്ട് പോകാൻ പാടില്ലേ? അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ശശികുമാർ. ഇവർ രണ്ടുപേർക്കും ഒത്തിരി ചെയ്യാൻ പാടില്ലേ? ആരെയാണ് ഭിക്ഷികളാക്കുന്നത്? ഇതാണ് CBIയുടെ അന്വേഷണം. നിങ്ങളത് ആലോചിച്ച് നോക്ക്. അങ്ങനെ പോസ്റ്റൽ വഴിയാണ് ഇവിടുത്തെ സുഹൈറയുടെ ഇതിനെ അവരന്വേഷിച്ചത്. അതുപോലെ മാലി, ഇവിടെ തൊട്ടടുത്താണ് മാലിയിൽ ഒരാരും പോയില്ല. മാലി പോകാതെ കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ കേസിലെ അന്വേഷണം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ ഈ CBIയുടെ റിപ്പോർട്ടിൽ ബേസ് ചെയ്തിട്ടാണ് പ്രതികളെല്ലാം തന്നെ നിരപരാധികളാണ്, IB-ക്കാർക്കും പോലീസുകാർക്കും കഥ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയണത്. എന്തിനാണ് കഥ ഉണ്ടാക്കണേ? ഞങ്ങൾ 1918 ഈ പറഞ്ഞ ഇതിന് വേണ്ടിയാണ് ഇതാണ്. അങ്ങനെയൊന്നും അല്ല. എന്ന് മാത്രമല്ല, ഇത് മാത്രമല്ല ചാലഞ്ച് ചെയ്തിട്ടുള്ളവരെ അവർ വേറെ പല സ്ഥലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം ബാംഗ്ലൂര് ശശികുമാറിനെ ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞാണ്. അത് ഈ പറഞ്ഞ പാകിസ്ഥാൻകാരി സുഹൈറക്ക് ബാംഗ്ലൂരിലെ എയർ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ച് കുറെ രഹസ്യങ്ങൾ വേണം. അപ്പൊ ഇയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇയാൾ പറയണമെന്ന് വെച്ചാൽ, ചന്ദ്രശേഖരൻ പറയണമെന്ന് വെച്ചാൽ എനിക്ക് ആക്സസ് ഇല്ല, പക്ഷെ അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ പോയി, എയർ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയി. അപ്പൊ അവിടെ ആ ഓഫീസിന് മുമ്പിൽ തന്നെ ഇതിന്റെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ആ അവിടുത്തെ ബിൽഡിങ്ങിന്റെ ഒരു മാതൃകയുണ്ട്. ഞാൻ അതിന്റെ കോപ്പി എടുക്കാനുള്ള ശ്രമം നടത്തി. എനിക്ക് പറ്റിയില്ല, ഞാൻ തിരിച്ചു വന്നു. അന്ന് ഈ പറഞ്ഞ സുഹൈറ വന്ന ദിവസമായിരുന്നു. അപ്പൊ അയാളും സുഹൈറയും കൂടെ ഈ പറഞ്ഞ നമ്മുടെ രമൺ ശ്രീവാസ്തവേ എന്നോട് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ശ്രീവാസ്തവ ഒരു തോക്കെടുത്തിട്ട് ഇയാളെ ഇവിടെ നെറ്റിക്ക് വെച്ചിട്ട് അയാൾ പറഞ്ഞേ, എടാ നിന്നെപ്പറ്റി എനിക്കെല്ലാം അറിയാം, നീ എന്താ കളിക്കണം എന്ന് പറഞ്ഞ് നീ നിനക്ക് അത് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ വണ്ടി നിർത്തി ഇയാളെ പിടിച്ചോണ്ട് ഈ പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന് ഈ കുറെ രേഖ ഈ പറഞ്ഞ സ്വയറ എടുത്ത് ആര് കൊടുത്ത് ഈ നമ്മുടെ രമൺ ശ്രീവാസ്തവ കൊടുത്ത്, എന്നിട്ട് ചന്ദ്രശേഖരനെ കൊണ്ട് ഒപ്പിടിച്ച് റിസീവ്ഡ് $50,000 എന്ന്. അപ്പൊ നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത്? അത് ഞങ്ങളുടെ ചാരന്മാരുടെ പണിയാണ്. അതായത് ഞങ്ങൾ പേയ്മെന്റ് ചെയ്താൽ അയാളുടെ ഹാൻഡ് റൈറ്റിംഗിൽ കൊണ്ട് ഒപ്പിടിക്കും. എന്തിനാണെന്ന് വെച്ചാൽ
നാളെ അയാൾ തിരിച്ചു വരാൻ പറഞ്ഞാൽ അയാൾക്കെതിരായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തെന്ന് ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ കൂടെ അന്ന് വേറെ 2 പേരും ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തെളിവെളി പിന്നെന്തോന്നാണ്? ആ എയർ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിന് അർത്ഥം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ചന്ദ്രശേഖരൻ വഴിയല്ല, എന്റെ അർത്ഥത്തിൽ വേറെ ഏതോ ഒരു സോഴ്സ് എയർ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഈ പറഞ്ഞ നമ്മുടെ രമൺ ശ്രീവാസ്തവ കൊണ്ടെന്നുള്ളത് തെളിയണം. പക്ഷെ ഞങ്ങൾ അന്വേഷിക്കാനൊന്നും സമ്മതിച്ചില്ല. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾ CBIയുടെ ആ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ അറിയാം, CBI 5-ാം തീയതിക്ക് ശേഷം വെച്ചാൽ ഡയറക്ടർ വന്നതിന് ശേഷം ആകെ ശ്രദ്ധിപ്പിച്ച എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങളുടെ കേസ് എങ്ങനെ നിഷേധിക്കാവുന്ന അവരുടെ പുതിയതായിട്ട് ഒരു അന്വേഷണം നടത്തില്ല, ഒരു തെളിവ് അവരുണ്ടാക്കിയില്ല. പിന്നെ എഴുതിയതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. അത് ഇപ്പോഴും വരെ നമുക്ക് പോയി വെരിഫൈ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ചുരുക്കം. അപ്പൊ ഈ പറഞ്ഞ മാതിര ക്രയോജനിക് വിദ്യ മാത്രമല്ല, ഇവർ ആദ്യം കൊടുത്ത വൈക്കിംഗ് ആണ്. ക്രയോജനിക് വിദ്യ കുറെ മൊഡ്യൂൾസ് കൊടുക്കാൻ പറ്റുള്ളൂ. PSLV-2 എന്ന് പറഞ്ഞ് ഒരു പരാജയപ്പെട്ട ഒരു സാധനത്തെ സംബന്ധിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെക്കോർഡുകൾ ഇവർ ശേഖരിച്ച് വെച്ചിരുന്നു. അപ്പൊ ആ ശേഖരിച്ച് വെച്ച സ്ഥലം ഒന്ന് ഈ പറഞ്ഞ മാതിര ഇയാളുടെ ആരുടെ നമ്മുടെ ശശികുമാറിന്റെ വീടാണ്. അവിടെ നിന്നെടുത്ത മഹസർ ഞങ്ങളുടെ കയ്യിലുണ്ട്. 6-8 പേജുള്ള മഹസർ അവിടെ നോക്കിയാൽ കാണാം. ആ 8 പേജിൽ ഇതേപോലെ കോൺഫിഡൻഷ്യൽ സീക്രട്ട് എന്ന് പറഞ്ഞ ഡ്രോയിങ്സ് ഉൾപ്പെടെയുള്ള സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് വായിച്ചോളാം. ഈ പറഞ്ഞ ഇത് നോക്കിയാൽ കാണാം. പക്ഷേ സുപ്രീം കോടതി പറയണം ഞങ്ങൾ ഒരു രേഖയും പിടിച്ചെടുത്തിട്ടില്ലെന്ന് പറയണം. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാര്യം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള രേഖയുണ്ട്. ഞാൻ അത് വേണേൽ കാണിച്ചു തരാം. ആ രേഖയിൽ ഇന്ന സാധനങ്ങൾ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിന്റെ സാക്ഷി ആരെന്ന് അറിയാമോ? അത് ഒപ്പിട്ടേക്കുന്നത് ലക്ഷ്മി, ഡോക്ടർ ലക്ഷ്മി, ശശികുമാറിന്റെ ഭാര്യ. ആ സംഗതി ഇപ്പോഴും നിങ്ങൾക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ പോയി കാണാം. എന്നിട്ടാണ് സുപ്രീം കോടതി പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു രേഖയുമില്ല. അപ്പൊ ആ രേഖ ഇല്ലാത്തത് കൊണ്ട് തെളിവില്ല എന്നും നീ പറയണം. കണ്ണടച്ചിട്ടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥം ഇതാണ്, സുപ്രീം കോടതിക്കും താല്പര്യമുണ്ടായിരുന്നു എന്ന് വേണം ഗമിക്കാൻ. ഇപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇത് അന്വേഷിച്ച ലോ സെക്രട്ടറി ഖാലിദ് എന്നോട് പറഞ്ഞാണ്. അയാൾ വിളിച്ചു. ചീഫ് ജസ്റ്റിസ് ആയത് അഹമ്മദി. അയാൾ പോയി കണ്ടു. അതിങ്ങനെയാണ് എന്റെ തുടക്കം. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ മാലി പോയിരുന്നു 97-ൽ. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അഹമ്മദി. ആ ചീഫ് ജസ്റ്റിസ് അഹമ്മദി എന്തിനാ പോയെന്നുള്ളതിന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ MK ദാമോദരൻ പറഞ്ഞു ഇങ്ങനെ അയാൾ എന്നെ കണ്ടിരുന്നു. MK ദാമോദരൻ എവിടെ വെച്ച് കണ്ടു? ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. കാര്യം മാലിന്ന് വരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലാണ്. അപ്പൊ ഇയാള് പോയിട്ട് അയാളെ കണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു ഈ കേസ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല, അത് പിൻവലിക്കണം, കേസ് അന്വേഷണം വേണ്ട. അപ്പൊ ഇത് എന്നോട് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാനിത് പുറത്തുപോയി ആരോടും പറയുന്നില്ല, ഇത് ഞാൻ നിങ്ങളെ ഇൻഫർമേഷൻ വേണ്ടി മാത്രം പറയലാണ് എന്നാ പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്കിതിന് കൺഫർമേഷൻ കിട്ടാതെ ഞാൻ വിടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്റെ കുറെ അഭിഭാഷകർ, എറണാകുളത്തുള്ള എന്റെ കുറെ അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞ് അന്നത്തെ ലോ സെക്രട്ടറി പറയുന്നുണ്ട് ഈ പറഞ്ഞ മാതിര അദ്ദേഹത്തിന് എന്തോ പരിപാടിയുണ്ടെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്തും കൂടി ഈ പറഞ്ഞ ലോ സെക്രട്ടറിയെ പോയി കണ്ടു. ലോ സെക്രട്ടറി ഒരു പഴയ ജഡ്ജായിരുന്നു, ഖാലിദ്. അദ്ദേഹം എന്നോട് പറഞ്ഞു എങ്ങനെ ഈ സംഗതി എങ്ങനെയാണ് അയാൾ അവിടെ പോയി കണ്ടതെന്ന് മറ്റോ. അപ്പൊ അദ്ദേഹത്തിന്റെ വഴിയനുസരിച്ച് ഇതാണ്. അദ്ദേഹം ഇന്നത്തെ നായനാറിന്റെ സെക്രട്ടറി ആയിരുന്നു മുരളീധരൻ നായരുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ട് ഇയാള് ദാമോദരനും MK ദാമോദരനും ഈ ഇയാള് ഖാലിദും കൂടി ഡൽഹിയിൽ ആദ്യം പറഞ്ഞു ബാങ്ക് അയാളെ ബോംബെയിൽ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ബോംബെ ചെന്നപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവര് ഡൽഹി പോയി കഴിഞ്ഞപ്പോ കേരള ഹൗസിൽ താമസിച്ച് പിറ്റേന്ന് ഇവർ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ ഇയാളുടെ മറ്റേ അഹമ്മദിയുടെ ഏതോ കുറച്ച് ദൂരത്തിലാണ് അങ്ങോട്ട് പ്രൈവറ്റ് വീടെന്ന് പറഞ്ഞു. ആ റെസിഡൻസിൽ പോയപ്പോൾ അങ്ങോട്ട് അഭിപ്രായത്തിൽ അവിടെ അന്നേരത്ത് വേറൊരാളുണ്ടായിരുന്നു. അയാൾ ഒരു മലയാളി, രഞ്ജൻ മത്തായി. അന്നത്തെ ME-യുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ വിദേശകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി മാറ്റോടെയാണ് അന്ന് രഞ്ജൻ മത്തായി. അദ്ദേഹം പിന്നീട് നമ്മുടെ ഫോറിൻ സെക്രട്ടറിയായി ഇപ്പൊ ലണ്ടനിലെ അംബാസഡറാണ്. ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ഇവർ ചെല്ലുമ്പോൾ.
അപ്പൊ ഇവർ രണ്ടും ചെന്ന് കഴിഞ്ഞപ്പോ അഹമ്മദി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നോക്ക് ഞാനിങ്ങനെ മാലി പോയിരുന്നു, മാലി ഗവൺമെന്റ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ്. മാലിയുടെ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന്റെ 2 ആൾക്കാർ അവിടെ ജയിലിലാണ്, അപ്പൊ അവരെ വെറുതെ വിടണം, അവരുടെ തെറ്റായ കേസാണ്, കള്ളക്കേസാണ്, അതുകൊണ്ട് അവരെ വിടണം, അതുകൊണ്ട് നിങ്ങൾ ആ ഇൻവെസ്റ്റിഗേഷൻ മാറ്റിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ദാമോദരനൊന്നും പറഞ്ഞില്ല. പക്ഷേ ലോ സെക്രട്ടറി പറഞ്ഞു സംഗതി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, അതുകൊണ്ട് റീഇൻവെസ്റ്റിഗേഷനിൽ കാര്യമായ വല്ലതും കിട്ടുകയാണെങ്കിൽ ഇവരെ വീണ്ടും ചോദിക്കാൻ വരണമെങ്കിൽ ഇവർ ഒരു ഉറപ്പ് നൽകണം മാലി ഗവൺമെന്റ്, അതായത് ഞങ്ങൾ അവരെ പ്രൊഡ്യൂസ് ചെയ്തോളാം. അപ്പോ ഇത് കേട്ട് ഇദ്ദേഹം വളരെ ചൂടായി എന്നാണ് എന്നോട് ലോ സെക്രട്ടറി പറഞ്ഞത്. അതായത് ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയണത്. അപ്പൊ ഇത് കണ്ടിരുന്ന അനഞ്ചൻ മത്തായി ഇവരെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനത് വേണ്ട നടപടിയെടുത്ത് തരാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സൗത്ത് ബ്ലോക്കിലുള്ള വിദേശകാര്യ വകുപ്പിന്റെ ഓഫീസിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മാലി അംബാസഡറെ കൊണ്ട് തിരുവനന്തപുരത്ത് അയച്ച് നിങ്ങൾക്ക് വേണ്ട ഉറപ്പ് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ലോ സെക്രട്ടറി ഖാലിദ് പറഞ്ഞു, വേണ്ട, അങ്ങനെ തിരുവനന്തപുരത്തോട്ട് അയക്കണ്ട, എറണാകുളത്തോട്ട് അയച്ചാൽ മതി, ദാമോദരന്റെ ഓഫീസിലോട്ട് അയച്ചാൽ മതി, കാരണം തിരുവനന്തപുരത്തുനിന്ന് ചാനലുകാരൻ പാത്രക്കാരെ പറഞ്ഞത് വലിയ പ്രശ്നമാവും, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുണ്ടായി. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ കാര്യം ഇദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയോട് പറയുകയും എഴുതി കൊടുക്കാന്ന് പറയുകയും ചെയ്തു. അപ്പൊ മുഖ്യമന്ത്രി സെക്രട്ടറി പറഞ്ഞ് എഴുതിയൊന്നും തരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഖാലിദ് പറയുന്നത് ഇതാണ്, അപ്പൊ ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ മാതിരി കേരള ഗവൺമെന്റ് അതിന് തയ്യാറാകാത്തത് കൊണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അങ്ങോർക്ക് പറ്റിയ ഒരു ബെഞ്ചിലോട്ട് ഈ സാധനം അയച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യിച്ചിട്ടാണ് ആ കേസ് തീർത്തത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന് ഓഡിയോ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. അത് മാറ്റി പറഞ്ഞാൽ അതിന് വേറെ സാക്ഷിയുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പക്ഷെ നിങ്ങൾ ആ പറഞ്ഞ ചീഫ് ജസ്റ്റിസിന്റെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചിട്ട് ഏകദേശം ഇത് ശരിയാണെന്ന് തോന്നും. കാരണം അത്രയധികം കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും എല്ലാം തന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുണ്ട്, ജഡ്ജ്മെന്റിലുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഡോക്യുമെന്റ് ഒന്നും കിട്ടിയില്ല, അതെല്ലാം തന്നെ എന്താണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ രഹസ്യമില്ല, ISR രഹസ്യമില്ല, പിന്നെ നിങ്ങൾ ഒഫീഷ്യൽ സെക്രട്ടറി ആക്ട് അനുസരിച്ച് അവിടെ പ്രൊഹിബിറ്റഡ് പ്ലേസ് ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണം. നിങ്ങൾക്ക് ആർക്കും പോയാൽ കാണാവുന്ന കാര്യമുള്ളൂ, അതില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കണം? പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു രേഖ കാണാൻ അത് പോകാനുള്ള കാര്യം ഒന്നിരിക്കണം, രേഖയുടെ കോപ്പ് എടുത്തുകൊണ്ട് പോയാൽ പോരെ, രേഖ എന്തിനാണ് മോഷ്ടിക്കണം? ഇതൊക്കെ ഈ ചാരം ഇപ്പൊ കേസെന്ന് പറഞ്ഞാൽ തെഫ്റ്റ് കേസാണെന്നാണ് കാരണം. തെഫ്റ്റ് അല്ല, ആ സാധനം ഇവിടെ ഇരിക്കുക, അവർ കോപ്പി എടുത്തുകൊണ്ട് പോകും. ഇതല്ലേ ബുദ്ധിയുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്നത്. അതല്ല, ആ സാധനം പോയിട്ടില്ല, അതുകൊണ്ട് രഹസ്യം പോയിട്ടെന്ന് പറഞ്ഞാൽ നോക്കണമെന്താ? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കോപ്പി ഏതൊക്കെ ഒരു രഹസ്യത്തിന്റെ സംഗതി അല്ലെങ്കിൽ ഒരു സംഗതി ഒരാൾ നിങ്ങളറിയാതെ എത്രയോ പ്രാവശ്യം കോപ്പി എടുത്തിട്ട് പോകാം. ആ കോപ്പി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്റെ സാധനം വിടാനുള്ള രഹസ്യം ഉണ്ടായി അങ്ങ് പോയില്ലെന്ന് പറയാൻ പറ്റുമോ? അത്ര യുക്തിരഹിതമായ രീതിയിലാണ് നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ച് നിങ്ങൾക്ക് പിടികിട്ടുന്നത്. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഈ കോടതിക്ക് ഇതിനെതിരായിട്ട് ഞാൻ റിവ്യൂ ഹർജി കൊടുക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ജസ്റ്റിസ് വസന്തിന്റെ ബെഞ്ചിൽ ഇത് അവതരിപ്പിച്ചു. അപ്പൊ ജസ്റ്റിസ് വസന്ത് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞ് ഇപ്പൊ സുപ്രീം കോടതി കള്ളം പറഞ്ഞ് ഞാനെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തള്ളി. എന്റെ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നില്ല, കോടതികളെല്ലാം ചെന്ന് അടച്ചിടുന്നു. അത് പോയി. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഈ പറഞ്ഞ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ഞാൻ ആദ്യം വെച്ച് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്ത ഇടതുപക്ഷക്കാരാ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ സമയത്തുള്ള നിങ്ങൾ പ്രസംഗങ്ങൾ പരിശോധിച്ച് നോക്ക്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് എന്ത് ജുഡീഷ്യൽ എൻക്വയറി. അദ്ദേഹം അതിനുവേണ്ടി ജസ്റ്റിസ് തുളസിദാസിന്റെ ബെഞ്ചിന്റെ ഒരു ഇതും കൊടുത്ത്, പെറ്റീഷൻ കൊടുത്ത്. തുളസിദാസ് ബെഞ്ച് പ്രഖ്യാപിച്ചു ശരിയാണ്, ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജുഡീഷ്യൽ എൻക്വയറി ഇതോടൊപ്പം നടത്താം. അന്ന് AK ആന്റണി ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ സമയത്തുള്ള ജഡ്ജ്മെന്റാണ് ഞാനീ പറയണത്. എന്നിട്ട് നമുക്കറിയാം അവസാനം ഇടതുപക്ഷം വന്ന് ഈ ചീഫ് ജസ്റ്റിസ് അതിനെപ്പറ്റി ഓർഡർ ഇട്ട് അവസാനം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി തള്ളി. ഞാൻ റിവ്യൂ കൊടുക്കാൻ വേണ്ടി റിവ്യൂ കൊടുത്തില്ല, ഇടതുപക്ഷത്തെ തന്നെ ഗവൺമെന്റ് റിവ്യൂ കൊടുത്തില്ല. ഞാൻ അന്ന് നമ്മുടെ ഇദ്ദേഹത്തിനോട് പറഞ്ഞാണ്, നമ്മുടെ
വി ആർ കൃഷ്ണൻ സാറിനോട് ഞാൻ ബന്ധപ്പെട്ടായിരുന്നു. വി ആർ കൃഷ്ണൻ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ പച്ച കള്ളമുള്ള ചീഫ് സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റ് ഉണ്ട്, അതിനെതിരായിട്ട് നിങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും. ഞാൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹൈക്കോടതി ഉൾപ്പെടെ അത് ബ്ലോക്ക് ചെയ്തു. അവസാനം ഞാൻ ഡൽഹിയിൽ പോയി, 2003 മറ്റോടെ എനിക്ക് തോന്നും. ഡൽഹിയിൽ പോയപ്പോൾ അവിടുത്തെ ജഡ്ജി ആരായിരുന്നു? ദാദാ ധർമാധികാരി, പിന്നെ കൃഷ്ണ, ജസ്റ്റിസ് കൃഷ്ണ, ശ്രീകൃഷ്ണ, വലിയ പ്രധാനപ്പെട്ട ജഡ്ജിമാരൊക്കെയാണ് ഇവർ രണ്ട് എന്റെ കേസ് അഡ്മിറ്റ് ചെയ്തില്ല. അത് അന്ന് പറഞ്ഞ കാര്യം ഇത് വളരെ പഴകിയ കേസാണ്. ഇപ്പൊ അത് 2003 അവർ പറഞ്ഞതെന്ന് ആലോചിക്കണം. ഇപ്പൊ 2013 കണ്ടില്ല കോഴിക്കോടതി അതിനെ പറ്റി നടപടിയെടുക്കാൻ പറയണത്. അപ്പൊ അത് പഴകിയിട്ടില്ലേ? അതായത് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ 2010 ഞാൻ ഈ പറഞ്ഞ പോലെ അച്യുതാനന്ദന്റെ ഗവർണർ മുഖ്യമന്ത്രി ആയപ്പോൾ ഞാൻ കൊണ്ടൊരു പെറ്റീഷൻ കൊടുത്തു. എന്തിനാണ്? താങ്കൾ അന്ന് ആവശ്യപ്പെട്ടതുപോലെ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം ഈ കേസിൽ. അദ്ദേഹം അത് മേടിച്ച് അയച്ച് അതോടെ ആ കേസ് അത് പിന്നെ പുറത്തു വന്നില്ല. എന്താണ് കാര്യം ഞാൻ പുറത്തു പറയുന്നില്ല. അപ്പൊ 4 കൊല്ലം ഞാൻ കയറി ഇറങ്ങിയിട്ട് ആ സാധനത്തെ പറ്റി ഒരു മറുപടിയും വന്നില്ല. ഉടനെ ഞാൻ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്താണ്? എനിക്കെതിരെ സിംഗിൾ ബെഞ്ച് എന്റെ കേസ് കേട്ടിട്ട് പറഞ്ഞ് എനിക്കെതിരെ 75,000 കോടി അത് 25,000 രൂപ ഫൈൻ അടിക്കുന്നു. കാര്യം എന്താണ്? ഞാനിങ്ങനെ ശല്യക്കാരനായ ഇതെന്നുള്ള മട്ടിൽ എന്തോ എന്റെ ഭാഗ്യത്തിന് ആ കേസ് അങ്ങനെ ഒഴിഞ്ഞിട്ട് പിന്നെ അത് ഡിവിഷൻ ബെഞ്ചിട്ട് കൊടുത്തു. ജസ്റ്റിസ് ചലമേശ്വറിന്റെ ബെഞ്ചിലാണ് അത് കേട്ടത്. അത് ജസ്റ്റിസ് ചലമേശ്വർ ഒഴിഞ്ഞു മാറി. പിന്നെ രാമേന്ദ്രൻ നായർ സാറ് വന്നു. രാമേന്ദ്രൻ സാറ് ഇത് തന്നെ കണ്ടു, ഇത് കാലം കാണിച്ച സംഗതിയല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കേസ് എടുത്ത് കളഞ്ഞു. പക്ഷെ ആ രാമേന്ദ്രൻ നായർ സാറ് തന്നെ ഇതേ കേസ് കുറെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്പി നാരായണൻ വന്നപ്പോൾ അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ വിധിയായി. ഇതെന്തൊരു കളിയാണ്? ഇപ്പൊ ഈ അതും കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ജഡ്ജ്മെന്റ് വന്നേക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ സത്യം അറിയിക്കണ്ട. അതെന്തൊരു നിലപാടാണ്? ഇത് ഇന്ത്യൻ ഡെമോക്രസിയിലാണ് ഇത് നടക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വൺ സൈഡഡാ കാര്യങ്ങളെല്ലാം തന്നെ. ജനങ്ങൾക്ക് സത്യം അറിയണ്ടേ? ഇതിനിപ്പോ എന്താ സംഭവിക്കണം? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസ് കൊടുക്കുക, അവരെ ശിക്ഷിക്കുക. എങ്ങനെയുണ്ട്? ഇതിൽ നിന്ന് ഞാൻ കാണുന്ന ഒരു കാര്യമുള്ളൂ. ഇന്ത്യയിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ISI ആണ്. ഈ ചാനൽ വഴിയും അതുപോലെ തന്നെ അവരിടപെട്ടിട്ടാണ് ഈ ജഡ്ജ്മെന്റുകളെല്ലാം വന്നതെന്നാണ് ഞാൻ വിചാരിച്ചാൽ. ഞാൻ 25 കൊല്ലം ഈ ചാരന്മാരെ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്. കള്ളനോട്ട് അടിക്കാൻ വലിയ പ്രയാസമൊന്നും ISIക്കില്ല. 5 കുറഞ്ഞ 1000 കോടി അടിക്കാനുള്ള അവർക്ക് ഒരു പ്രശ്നമില്ല. കാര്യം എന്നാൽ ഗവൺമെന്റാണ് അടിക്കണം. അതുകൊണ്ട് ആ സാധനം ഇവിടെ വരും. നിങ്ങൾക്കറിയാലോ, ഇവിടെ ടൺ കണക്കിന് സാധനം വന്ന് ആൾക്കാർക്ക് വിറ്റുപോകും. അതുപോലെ തന്നെ അവർ രണ്ടാമത്തെ സോഴ്സ് ഇതാണ്. ഏതാണ്? നാർക്കോട്ടിക് സ്മഗ്ലിംഗ്. അഫ്ഗാനിസ്ഥാന്റെ ബൗണ്ടറി, പാകിസ്ഥാൻ ബൗണ്ടറിയിൽ കുറെ ഏരിയയിൽ അവർ എന്താണ് ഇത് നടത്തുന്നുണ്ട്, കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്. ആ കഞ്ചാവ് കൃഷി പ്രോസസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യലാണ് ഇവരുടെ ഏറ്റവും വലിയ വരുമാനം. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതേമാരെ ആൾക്കാർക്ക് കൊടുക്കും. നിങ്ങൾക്കറിയാലോ, എവറിത്തിങ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ മണി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചാനലുകളും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ വൺ സൈഡ്. കാരണം എനിക്ക് പറയാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 96 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഒരു ചാനൽ എന്നെ വിളിക്കാറില്ല, ഡിസ്കഷൻ എന്നെ വിളിക്കാറില്ല. ആരും ഇതൊന്നും കേൾവി ഒന്നും അറിയാൻ പാടില്ലാതെ ഏതെങ്കിലും മാധ്യമ സുഹൃത്തിനെ എങ്ങനെ രഹസ്യം പിടിക്കണം എനിക്കറിയില്ല. മാധ്യമ സുഹൃത്തുക്കൾ എങ്ങനെ രഹസ്യം പിടിക്കണം ഏതെങ്കിലും ആൾക്കാർ പറയണം. ആര് പറഞ്ഞു? ഇപ്പൊ ഇവിടെ കുറെ മാധ്യമ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പുസ്തകമൊക്കെ എഴുതുന്നുണ്ട്. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? എങ്ങനെ കിട്ടി അവർക്ക് ഈ പറഞ്ഞ സാധനം തുറന്നു വെച്ചിട്ടുണ്ടാ? അപ്പൊ അതെല്ലാം പച്ചക്കളർ ആൾക്കാർ വെട്ടി വിഴുകണം. അത് ചാനലുകാർ പ്രചരിപ്പിക്കണം. നിങ്ങൾക്കറിയാലോ, ഒരു കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. ഇപ്പൊ ഞങ്ങൾ സീക്രട്ട് കാട്ടുള്ള സാധനം പുറത്തൊന്നും ആരും വിടുന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ കിട്ടി. അപ്പൊ അത് തന്നെയാണ് ഒരു കള്ളത്തരം. ആ കള്ളത്തരം നടത്താനാണ് ഇവിടുത്തെ ISI ആണ്. പക്ഷെ ISI വളരെ കാര്യമായിട്ട് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം എനിക്കിത് പറയാനുള്ളത്. കാര്യം നിങ്ങളായിരിക്കും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ മോഡി സർക്കാർ വലിയ പാകിസ്ഥാൻ വിരുദ്ധ സർക്കാരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ എങ്ങനെയാണ് നമ്പിതാരാണെന്ന് അദ്ദേഹം വിശ്വസിക്കണം എനിക്കറിയില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വൈ ഡോണ്ട് ഹി ഹിയർ അതർ സൈഡ്? ഇത് അദ്ദേഹത്തെ പറ്റി സംബന്ധിച്ച് അറിയില്ല. കാര്യം ഞാൻ അദ്ദേഹം കയറി ഉടനെ തന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് ഇത് വരെ അതിന് മറുപടിയൊന്നും തന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താ? എനിക്കിതൊന്നും കാണണ്ട കേൾക്കണ്ടെന്ന്.
ഐ വണ്ടർ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പോലും ഇതേമാരുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കണ്ട. അല്ലെ ഓപ്പണ പണിക്ക് വൈ ഡോണ്ട് ഹി ഹിയർ ദാറ്റ് തിങ്? വൈ ഡോണ്ട് ഹി ഓപ്പൺലി ആസ്ക് ഫോർ എൻ എൻക്വയറി? ഇപ്പൊ ഈ പറഞ്ഞ വേറെ അദ്ദേഹം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വിചാരിച്ചാൽ അത് നടക്കാവുന്ന കാര്യമുള്ളൂ. ഈ പറഞ്ഞ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മാലി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ അദ്ദേഹത്തിന് 2 മിനിറ്റ് പോലും വേണ്ട. ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ട് സുപ്രീം കോടതി എനിക്ക് കണക്ക് തരുന്നില്ല. ഇപ്പൊ ഒരു 5-8 മാസമായിട്ട് ഞാനത് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ ചീഫ് ഇൻഫർമേഷൻ അപ്പീൽ കൊടുത്തിട്ട് പോലും ആരും കേൾക്കണില്ല. ഇതെന്തൊരു കളി ഇത്? അവിടെ മാലിയിലെ അല്ല ഇന്ത്യയുടെ വിദേശ വകുപ്പിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അഹമ്മദി ഏതെങ്കിലും പീരീഡിൽ ഇവിടെ പോയിട്ടുണ്ടോ? അപ്പൊ ഇവിടുത്തെ MP എന്ത് ചെയ്ത് അത് ഇവിടെ അയച്ച് മാലി അംബാസിഡറോട്ട് അയച്ച്. അത് അവര് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. പിന്നെ അവർക്ക് എന്താ അറിയുന്നത്? ഒന്നിലെ വന്നെന്ന് പറ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അവരെ പണിയാണല്ലോ അവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും അറിയാതെ കണ്ടു എന്തിന് ഈ തരത്തിലുള്ള ഇത് ഈ പറഞ്ഞ ഇരുട്ടാക്കി സംസാരിക്കണം? അതുകൊണ്ട് തുറന്നു വരാ, ഒരു എൻക്വയറി നടത്ത്. ഇപ്പൊ തന്നെ പറഞ്ഞില്ല, ഈ നമ്പി നാരായണൻ 168 എന്ന് പറഞ്ഞ് ഒരുത്തൻ കൊടുത്ത് 160ഓളം ഏക്കർ ഭൂമി എടുത്തേ ബേനാമിയായിട്ട്. അതിന്റെ രേഖകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വിൽക്കാൻ വേണ്ടി നമ്പി നാരായണൻ കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പറ്റാതെ എന്ന് മാത്രമല്ല, ഞാൻ ഒരു മനോരമ ചാനലിലും മാതൃഭൂമി ചാനലിലും അതിനെപ്പറ്റി പറഞ്ഞിട്ട് ആരും അതിനെപ്പറ്റിയിട്ടുള്ള ചോദിച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? മനോരമ ചാനലിൽ ഇത് ഞാൻ പറയുമ്പോൾ നമ്പി നാരായണനും ഉണ്ടായിരുന്നു. നമ്പി നാരായണൻ മറുപടി പറഞ്ഞു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാറില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പാടില്ല ഇതൊന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അങ്ങനെ അതുണ്ടെന്ന് അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല. ഇത് അന്വേഷിക്കാൻ പാടില്ലേ? പിന്നെ എങ്ങനെ ഈ ജനാധിപത്യം നടക്കും? സുതാര്യവും നമ്മൾ പറയുമ്പോൾ ഈ സുതാര്യമാക്കണ്ടേ? അല്ലാതെ ഇത് ഞങ്ങൾ അന്വേഷിക്കില്ല, ഇത് അന്വേഷിക്കുക, എന്ത് വൺ സൈഡ് മാത്രം. ആകെ ഇപ്പൊ അന്വേഷിക്കേണ്ടത് ഈ പറഞ്ഞമാരെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുക. ആ പോലീസ് ശിക്ഷിക്കൽ മാത്രമാണ് ഈ പറഞ്ഞ ജഡ്ജിമാരുടെ കളി. നാളെ ആരെങ്കിലും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും കള്ളന്മാരെ പിടിക്കാനോ അല്ലെങ്കിൽ ചാരന്മാരെ പിടിക്കാനോ നടക്കുക? കാര്യം ചാരന്മാരും പുറത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജയിലിനുള്ളിലായിരിക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ ഇന്ത്യൻ ഡെമോക്രസിയുടെ മുഖലക്ഷണം. എനിക്കറിയില്ല. ഇത് സംബന്ധിച്ചെടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടത് കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്, ഇവിടുത്തെ ഏജൻസികളുണ്ട്. അതിനെ കൊണ്ട് അന്വേഷിക്കണം. ആരും ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കഴിഞ്ഞാലും മതി. അപ്പൊ ആരും അറസ്റ്റും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ സത്യം അറിയണം. അല്ലാതെ അവനുണ്ട് ഈ പാകിസ്ഥാൻ ചാരക്കാരന്മാർ കാശ് കൊടുത്തിട്ട് ഈ ഇതെല്ലാം അമർത്തിയെടുക്കുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷത്തിന് അപകടമാണ്. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്കയിൽ 2001 മാത്രമേ സ്ഫോടനം ഉണ്ടായുള്ളൂ. നമ്മുടെ ഇന്ത്യ എന്താ എപ്പോഴെപ്പോഴും സ്ഫോടനം ഉണ്ടാണ്? കാരണം പാക് ചാരന്മാർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വന്നും പോകാം. കാരണം ഒരു ശിക്ഷ ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും പാക് ചാരന്മാർ ശിക്ഷിച്ചിട്ട് ഒരു കേസ് നിങ്ങൾ പറയാമോ? ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ 3 ചാരക്കേസ് 4 ചാരത്തോളം ചാരക്കേസ് പിടിച്ചിട്ടുണ്ട്. 2 ചാരക്കേസ് ഞാൻ കേരളത്തിൽ പിടിക്കാൻ നോക്കിയപ്പോൾ എന്നെ ഇവിടുന്ന് പൊക്കി. ഞാൻ ബംഗാളിൽ പോയി വീണ്. ഞാൻ ബംഗാളിൽ ഒരു ചാരക്കേസ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ആളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജയിലിലാക്കി വിചാരണ തുടങ്ങുമ്പോഴേക്ക് എന്താ സംഭവിച്ചാൽ വീട്ടിൽ ലീവ് വന്നപ്പോ അവരെ വെറുതെ വിട്ടു. കോടതി വെറുതെ അല്ല വിട്ടത്, ജാമ്യത്തിൽ വിട്ടു. നോക്ക്, ചാരന്മാരെ ജാമ്യത്തിൽ വിടും. 3 മാസം കഴിയാതെ ജാമ്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലാത്ത അത്ര കേസാണ് സാധനം. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ അവരത് വിട്ടു. ഞാനെന്താ പറഞ്ഞു? എന്താ ചെയ്യണം ഇതിനെ സംബന്ധിച്ചു? അതായത് ഇന്ത്യയിലെ സെക്യൂരിറ്റി ഏജൻസികളും ഈ പറഞ്ഞ ഇതെല്ലാം തന്നെ ഈ പാകിസ്ഥാൻ ചാരന്മാരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോട്ടൽ കൺട്രോളാണ്. ഒരു പാക് ചാരനും ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടില്ല. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ 25 വർഷത്തെ ഇതിലും അതിനുശേഷം ഞാൻ കാണുന്ന സംഗതി. ഇപ്പൊ ഇന്റലിജൻസ് ഏജൻസി സംവിധാനങ്ങൾ വളരെ ദുർബലമാണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് വളരെ സങ്കടമുണ്ട്. അത് റീസ്ട്രക്ചർ ചെയ്യാതെ അതിന് ഇത് ചെയ്യാതെ ഇത് ഈ പറഞ്ഞതിനെ റീആർമമെന്റ് ചെയ്യാതെ കണ്ട് ഇത് രക്ഷപ്പെടില്ല. മറിച്ച് ഇപ്പൊ നടക്കുന്നതാണ് ഇന്റലിജൻസ് ഏജൻസികളെയും സെക്യൂരിറ്റി ഏജൻസികളെയും ഡീമോറലൈസ് ചെയ്യുക, നശിപ്പിക്കുക. അത് ഇന്ത്യയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്.
അത് ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഗതികൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്കെന്താ നിങ്ങൾ ആലോചിക്കണം, 14 വർഷത്തെ സർവീസ് വിട്ടിട്ട് ഞാൻ പോകുന്നത് എന്തിനാ? 14 വർഷത്തെ നിങ്ങൾ എൻ്റെ ശമ്പളം മാത്രം എടുത്താൽ 1-2 കോടി രൂപ വരുമായിരുന്നു. ഇത് വേണ്ടെന്ന് വെച്ച് ഈ പറഞ്ഞമാരെ ഇവരുടെ എല്ലാം തന്നെ ഇതിന് ഭീഷണികളെല്ലാം സഹിച്ച് ഞാൻ നിൽക്കണം. എന്തിനാണ്? ഈ രാജ്യത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രയത്നിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, ഈ ഗവൺമെന്റുകൾ സമ്മതിക്കണില്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അതിന് വേണ്ടി നടപടി എടുക്കണം. ജനങ്ങളാണ് സുപ്രീം. ജനങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അവരാണ് ഏറ്റവും വലിയ ഇത്. അവർ റിയാക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ ചാനലുകളുടെ കഥകളൊക്കെ വിശ്വസിക്കാതെ സത്യാവസ്ഥ. ഇപ്പം ഞാൻ കുറച്ച് കാര്യം നിങ്ങൾ സത്യം പറഞ്ഞ് ഫുൾ സത്യം ഞാൻ നിങ്ങളോട് പിന്നെ പറയും. അപ്പം അത് ചെയ്യണം എന്നാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ഫോണിലൊരു